നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷേ അത് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് തെളിവുകളൊന്നുമില്ലേ? എന്തോ ശരിയല്ല എന്നതിൻ്റെ ചെറിയ സൂചനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്ത് വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം. ബന്ധങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കുന്നതിന് പൗരാണിക ഭാരതത്തിലെ തന്ത്രജ്ഞനും മനുഷ്യ പെരുമാറ്റത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കുന്നതിലെ അഗ്രഗണ്യനുമായ ചാണക്യൻ പറഞ്ഞ അറിവുകൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഈ ആധുനിക ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ചാണക്യൻ, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ മനസ്സുകളിൽ പിറന്ന തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ചാണക്യൻ വെറുമൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, മനുഷ്യപ്രകൃതിയുടെ നിരീക്ഷകനുമായിരുന്നു. മനുഷ്യൻ്റെ പെരുമാറ്റ രീതികൾ, വഞ്ചന, സ്വാധീനം എന്നിവയുടെ രീതികൾ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശം പലപ്പോഴും രാജാക്കന്മാരെയും മന്ത്രിമാരെയും ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും നിരീക്ഷണം, സ്ഥിരത, മനുഷ്യ മനഃശാസ്ത്രം എന്നിവയുടെ തത്വങ്ങൾ ഈ ആധുനിക കാലത്തും ബന്ധങ്ങളിൽ ആരെയും സഹായിക്കാൻ പ്രാപ്തമാണ്. ഇന്ന് മുൻവിധി കൂടാതെ അവബോധവും തന്ത്രവും ഉപയോഗിച്ച് അവിശ്വസ്തതയുടെ പെരുമാറ്റ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പ്രവർത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. വാക്കുകൾക്ക് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ പ്രവർത്തികൾ സത്യം വെളിപ്പെടുത്തുന്നുവെന്ന് ചാണക്യൻ എപ്പോഴും ഊന്നിപ്പറഞ്ഞു. ഒരാൾ ആവർത്തിച്ച് ഒരു കാര്യം പറയുകയും വ്യത്യസ്തമായി പെരുമാറുകയും ചെയ്താൽ അത് ഒരു മുന്നറിയിപ്പ് സൂചനയാണ്. ഉദാഹരണത്തിന്, ഭാര്യയായാലും ഭർത്താവായാലും കാമുകനായാലും കാമുകിയായാലും കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമുള്ള വാഗ്ദാനങ്ങൾ നിരന്തരം ലംഘിക്കപ്പെടുകയോ അഭാവത്തിലുള്ള വിശദീകരണങ്ങൾ അഥവാ നിങ്ങളോടുള്ള വാഗ്ദാനങ്ങളും നിങ്ങളുടെ അഭാവത്തിൽ അവരുടെ പ്രവൃത്തികളും തമ്മിൽ ഒരിക്കലും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധാപൂർവം അവരെ നിരീക്ഷിക്കുക. ഒറ്റപ്പെട്ട സംഭവങ്ങളേക്കാൾ പ്രധാനമാണ് പാറ്റേണുകൾ. 2, പൊരുത്തക്കേടുകൾ ശ്രദ്ധിക്കുക. വഞ്ചന പലപ്പോഴും ഒരു വഴിത്തിരിവ് അവശേഷിപ്പിക്കുന്നു. മാറുന്ന കഥകൾ, രഹസ്യ പെരുമാറ്റം, വിശദീകരിക്കാനാകാത്ത അസാന്നിധ്യം ഇവയെല്ലാം ഒരു മുന്നറിയിപ്പാണ്. ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചു പറയാം. മാറുന്ന കഥകൾ എന്നാൽ കഥകൾ മാറ്റിപ്പറയുക, കഥകൾ മെനയുക എന്നൊക്കെ പറയും. അഥവാ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് പലവട്ടം പറയുമ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതിനാൽ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് രഹസ്യ പെരുമാറ്റം. ഉദാഹരണത്തിന്, ഫോൺ രഹസ്യമായി ഉപയോഗിക്കുന്നത്, അതുപോലെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടുള്ള യാത്രകൾ, ഇവയെല്ലാം ഒരു മുന്നറിയിപ്പാണ്. ഉടനെ ചോദ്യം ചെയ്ത് വഴക്കുണ്ടാക്കണമെന്നല്ല, പകരം നിരീക്ഷിക്കുക. ഒരു സമർത്ഥനായ നിരീക്ഷകന് മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്ന ചെറിയ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് ചാണക്യൻ പഠിപ്പിച്ചു. എന്നാൽ ചെറിയ തെറ്റുകളോട് അമിതമായി പ്രതികരിക്കരുത്. പകരം പൊരുത്തക്കേടുകൾ കാലക്രമേണ വ്യക്തമായ ഒരു മാതൃക രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 3, പ്രതിബദ്ധതയ്ക്ക് പ്രാധാന്യം നൽകാതിരിക്കുക. ചാണക്യൻ്റെ പ്രധാന ഉപദേശങ്ങളിലൊന്ന് ഇതാണ്. ഒരു വ്യക്തിയുടെ ലക്ഷ്യം അവരുടെ വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിലമതിക്കുന്നത് എന്താണെന്ന് നോക്കുക. അവർ വിലമതിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതിനെയല്ല. ഒരാളുടെ പ്രവൃത്തികൾ നിരന്തരമായ സ്വാർത്ഥ താൽപ്പര്യമോ ബന്ധത്തോടുള്ള പ്രതിബദ്ധതയുടെ അഭാവമോ കാണിക്കുന്നുവെങ്കിൽ അത് മറഞ്ഞിരിക്കുന്ന അജണ്ടകളെ സൂചിപ്പിക്കാം. ചാണക്യൻ്റെ ഈ ഉപദേശം ഞാൻ ഒന്നുകൂടെ വിശദമായി പറഞ്ഞു തരാം. വിവാഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ നാം പറയുന്നുണ്ടെങ്കിലും വിവാഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളും എല്ലാം ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്താണ് നിലനിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഭർത്താവ് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറയുകയോ അഭിപ്രായം ചോദിക്കുകയോ ചെയ്യും. അതുപോലെ തന്നെ ഭാര്യ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഭർത്താവിനോടും പറയും. ഇതൊക്കെയല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് പറയാതെ പോകുന്നതിന് പകരം ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ്. പറയാതെയും പോകാമെങ്കിലും പറയുന്നു എന്നത് ഒരു പ്രതിബദ്ധതയാണ്. ഈ പ്രതിബദ്ധത തന്നെയാണ് ബന്ധങ്ങളുടെ നിലനിൽപ്പ്. എന്നാൽ ഇത്തരം കമ്മിറ്റ്മെൻറ്റുകൾക്ക് ഒരാൾ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന അജണ്ടകളുടെ സൂചനയാണ്. ഇതിന് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. 4. സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം. ഒരു വ്യക്തി എങ്ങനെ കൂട്ടുകൂടുന്നു എന്നതിനെക്കുറിച്ച് ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരാളുടെ സുഹൃത്തുക്കളും അടുത്ത സഹപ്രവർത്തകരുമാണ് പലപ്പോഴും ഒരാളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത്. ഒരാളുടെ ചുറ്റുമുള്ള ആളുകൾ രഹസ്യം, കൃത്രിമത്വം അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലായ്മ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് അവരുടെ തിരഞ്ഞെടുപ്പുകളെയും സ്വഭാവത്തെയും ബാധിച്ചേക്കാം. അവർ ആരെയാണ് വിശ്വസിക്കുന്നതെന്നും ആശ്രയിക്കുന്നതെന്നും നിരീക്ഷിക്കുക. ചിലപ്പോൾ വാക്കുകൾ എന്തൊക്കെ മറക്കുന്നുവെന്ന് സൗഹൃദ വലയം വെളിപ്പെടുത്തുന്നു. 5. അവബോധവും സൂക്ഷ്മമായ അടയാളങ്ങളും. ചാണക്യൻ പലപ്പോഴും അവബോധത്തെ ആശ്രയിച്ചിരുന്നു, അതോടൊപ്പം സൂക്ഷ്മമായ നിരീക്ഷണവും. സൂക്ഷ്മമായ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. ശരീരഭാഷ, കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മടി, വൈകാരിക അകലം മുതലായവ. കാലക്രമേണ നോക്കുമ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലോ സംശയമോ വെളിപ്പെടുത്തുന്നതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ വെളിപ്പെടുത്തും. 6. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. അവസാനമായി ചാണക്യൻ വികാരത്തേക്കാൾ തന്ത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അവബോധം നിങ്ങളെ സംശയരോഗിയാക്കുന്നതിന് വേണ്ടിയല്ല, അത് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുന്നതിനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ്. ക്ഷമയോടെ നിരീക്ഷിക്കുക, സ്ഥിരമായ പാറ്റേണുകളിലൂടെ തെളിവുകൾ ശേഖരിക്കുക, ആവേശകരമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുക. തന്ത്രപരമായ നിരീക്ഷണം നിങ്ങളെ നിയന്ത്രണത്തിൽ നിലനിർത്തുന്നു. ചാണക്യൻ്റെ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം നേടുന്നത് പൊള്ളയായ വാക്കുകളിലൂടെയല്ല, സ്ഥിരതയുള്ള പെരുമാറ്റത്തിലൂടെയാണ് എന്നാണ്. ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നതിലൂടെയും പാറ്റേണുകൾ ശ്രദ്ധിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഏറ്റുമുട്ടലില്ലാതെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.